ഹലോ ഹായ് നമസ്കാരം ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ ഇന്നും ഒരു പ്രത്യേക ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് സണ്ണി 16. എന്താണ് സണ്ണി 16? ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുമ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫി ഗൈഡ് ലൈനാണ് സണ്ണി 16. ഇത് ഒരു ഫോട്ടോഗ്രാഫിക് മെത്തേഡൊന്നുമല്ല, ജസ്റ്റ് ഒരു ഗൈഡ് ലൈൻ. നിങ്ങളുടെ എക്സ്പോഷർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗൈഡ് ലൈനാണ് സണ്ണി 16. അതായത് നട്ടുച്ചക്ക്, ഇപ്പം ഞാനുള്ളത് ഏകദേശം ഒരു 3 മണിയൊക്കെ ആയ സമയത്താണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിനേക്കാളും നേരത്തെ, കൃത്യമായി പറഞ്ഞാൽ 11 മണി മുതൽ 3 മണി വരെയുള്ള നേരത്ത് നിങ്ങൾ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട അപ്പർച്ചർ നമ്പറാണ് സണ്ണി 16. അതായത് സണ്ണി ആയിട്ടുള്ള ഔട്ട്ഡോറിൽ ഫോട്ടോയോ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ നമ്പർ, അപ്പർച്ചർ നമ്പർ 16 യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഗൈഡ് ലൈനിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ സണ്ണി 16 എന്താണെന്ന് മനസ്സിലായെങ്കിൽ ഞാൻ നമ്പർ 16 കുറിച്ച് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് നമ്പർ 16 എന്നുള്ളത് ഒരു ഹൈ അപ്പർച്ചർ നമ്പറാണ്. അതിൻ്റെ മുകളിലോട്ട് ഉപയോഗിക്കുന്ന F16ൻ്റെ മുകളിലോട്ട് നിങ്ങൾ അപ്പർച്ചർ നമ്പർ നോർമൽ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് വളരെയധികം നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ അപ്പർച്ചർ നമ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പരമാവധി മിനിമം എത്രയായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ മാക്സിമം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ F16 വരെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ മുകളിലോട്ടുള്ള നമ്പറുകൾ ഒരിക്കലും തന്നെ ഉപയോഗിക്കാതിരിക്കുക. F16ൻ്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീനിലുള്ള ഡീറ്റെയിൽസ് ഒരുപാട് നഷ്ടപ്പെടുന്നതായിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ആ ആൾക്കാരുടെ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് നമുക്ക് ഫോട്ടോഗ്രാഫി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഒരു സംഭവം പഠിച്ച് അത് മനസ്സിലാക്കിയെടുക്കാൻ വർഷങ്ങൾ വേണം. അതേസമയത്ത് മറ്റൊരാൾ മനസ്സിലാക്കിയ കാര്യം നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോഗ്രാഫി വളരെയധികം മെച്ചപ്പെട്ടതായി മാറും. ഇപ്പോൾ പറഞ്ഞു വരുന്നത് നട്ടുച്ച ഫോട്ടോഗ്രാഫി, അതായത് ഏകദേശം രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള നേരത്ത് നിങ്ങൾ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട അപ്പർച്ചർ നമ്പറാണ് സണ്ണി 16 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്പർ 16 ആണ് ആ സമയത്ത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. സണ്ണി 16 എന്ന് പറയാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഉച്ചവെയിലിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കാരണം ഉച്ചവെയിൽ എന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് 90 ഡിഗ്രി മുകളിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ഏകദേശം 3 മണി നേരം ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ ചെറുപുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശത്തുള്ളത്, ഒരു പാലത്തിൻ്റെ അടിയിലാണ്. അപ്പോൾ നിങ്ങൾ ഈ വെളിച്ചത്തിൽ തന്നെ എൻ്റെ മുഖത്തോട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, എൻ്റെ ഈ കണ്ണിൻ്റെ ഭാഗത്ത് ലൈറ്റ് തട്ടിയിട്ട് കണ്ണൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. അപ്പോൾ ഈ ഉച്ച നേരത്ത് പ്രൊഫഷണൽസ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ ഉച്ചക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കാറില്ല. കാരണം ഫോട്ടോയിൽ പ്രത്യേകിച്ച് ഒരു ഭംഗി ഉണ്ടാവില്ല. കൂടാതെ ഈ പറഞ്ഞ പോലെ ഈ കാണുന്നത് പോലെ നിഴൽ മുഖത്തിൻ്റേതായാലും ശരീരത്തിൽ എവിടെ ആയിക്കഴിഞ്ഞാലും നിഴൽ ഭയങ്കരമായി വീണിട്ട് ഡീറ്റെയിൽസ് ഒന്നും തന്നെ കിട്ടാത്ത ഒരവസ്ഥയും വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഈ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് നിങ്ങളുടെ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ വീഴാതെ ഒരു ഡിഫ്യൂസർ ഉപയോഗിച്ചിട്ട് ഈ ലൈറ്റ് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ നേരെ സൂര്യപ്രകാശം വരുന്ന ഭാഗത്ത് ഒരു ബ്ലാക്ക് ബോർഡ് വെച്ചിട്ട് സൈഡിൽ നിന്നും തെർമോക്കോളോ റിഫ്ലക്ടറോ ഉപയോഗിച്ചിട്ട് ലൈറ്റ് ഫില്ല് ചെയ്ത് കൊടുത്താലും നല്ല മനോഹരമായ ഫോട്ടോകൾ ഈ സമയത്ത് എടുക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ, എക്സ്ട്രാ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ ഒരു ക്യാമറ മാത്രമായിട്ട് പോകുന്നവർ അത്രയും നിർബന്ധ ഘട്ടങ്ങളിൽ നമ്പർ 16 ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുക. ഒരുവിധം ഡീറ്റെയിൽസ് കിട്ടും. അല്ലാത്ത പക്ഷം നിങ്ങൾ ആ ഫോട്ടോഗ്രാഫി സമയം മാറ്റി നല്ലൊരു ടൈമിൽ മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ്ങിലേക്കോ മാറ്റി വെക്കുക. അപ്പോൾ സണ്ണി 16 എന്നുള്ള ഈ ഒരു റൂളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പുതിയ വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്. ഞാൻ റഷീദ് തായ്ലാർ.